ഉറക്കമില്ലാത്ത ക്ഷേത്രനഗരിയാണ് ഗുരുവായൂർ. ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെയൊരു നഗരം തന്നെ ഉണ്ടാവുകയില്ല. പുലർച്ചെ 3 മണിക്കാണ് ഗുരുവായൂർ ക്ഷേത്രനട തുറക്കുന്നത്. രാത്രി കൃഷ്ണാട്ടം കളി കഴിഞ്ഞ് ക്ഷേത്രനട അടയ്ക്കാൻ 1:30 മണിയാകും. 1:30 മണിക്ക് കൃഷ്ണാട്ടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് കാണുന്ന കാഴ്ച 3 മണിക്ക് നിർമ്മാല്യം തൊഴുന്നതിനായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ്. കുളിച്ച് ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളെ കാണാം. അങ്ങനെ സദാ രാവും പകലുമില്ലാതെ സദാ ജനനിബിഡമായിട്ടുള്ള, സദാ ഉണർന്നിരിക്കുന്ന ഒരു ക്ഷേത്ര നഗരമാണ് ഗുരുവായൂർ. ഗുരുവായൂരിലെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് നമുക്കറിയാം. രാവിലെ 3 മണിക്ക് നിർമ്മാല്യത്തോടെയാണ്. നിർമ്മാല്യം, തൈലാഭിഷേകം, വാകച്ചാർത്ത് തുടങ്ങിയ ചടങ്ങുകൾ കഴിഞ്ഞ് മലർ നിവേദ്യത്തോടുകൂടി ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. തുടർന്ന് കാലത്തുഷപ്പൂജ, ശിവേലി, പന്തീരടി പൂജ, ഉച്ചപൂജ, ഉച്ചനിവേദ്യം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രനട അടയ്ക്കുന്നത്. വൈകിട്ട് തിരക്കുള്ള സന്ദർഭങ്ങളിൽ 3:30-ക്കും അല്ലാത്ത സാധാരണ സമയങ്ങളിൽ 4:30-ക്കും ക്ഷേത്രനട തുറക്കും. നട തുറന്നാൽ ആദ്യം ശിവേലിയാണ് ഉണ്ടാവുക. ശിവേലിക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. പിന്നീട് ദീപാരാധന, തുടർന്ന് അത്താഴപൂജ, നിവേദ്യം, അത്താഴപൂജ. അതിനുശേഷം രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഒരു 9:30 വിളക്കെഴുന്നള്ളിപ്പ് ആരംഭിക്കും. അതിനുശേഷം വിളക്കെഴുന്നള്ളിപ്പ് പൂർത്തിയാക്കിയിട്ട് 10:30 കൂടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകം തൃപ്പുകയ്ക്ക് ശേഷം 10:30 ശ്രീലകം അടയ്ക്കും. അതിനുശേഷമാണ് കൃഷ്ണാട്ടം കളി ആരംഭിക്കുക. കൃഷ്ണാട്ടം കഴിഞ്ഞ് ക്ഷേത്രനട അടയ്ക്കാൻ 1:30 മണിയാകും. 1:30 മണി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ 2:30-ക്ക് ക്ഷേത്രത്തിൽ പി ലീലയുടെ നാരായണീയം റെക്കോർഡ് വയ്ക്കും. 1 മണിക്കൂർ നേരം ജ്ഞാനപ്പാനയും നാരായണീയവുമായിട്ട് പി ലീലയുടെ റെക്കോർഡ് വയ്ക്കും. അങ്ങനെ ഈ സമയത്തെല്ലാം ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം സദാ ജനനിബിഡമായിട്ട് സദാ ഉണർന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെയൊരു നഗരം ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത്ര നേരം രാവും പകലുമില്ലാതെ, ഇരവു പകലുകളില്ലാതെ നട തുറന്നിരിക്കുന്ന കാരുണ്യമൂർത്തിയായ ഗുരുവായൂരപ്പൻ്റെ ഈ തിരുനടയല്ലാതെ മറ്റൊരു സ്ഥലത്തും കേരളത്തിൽ ഇത്ര സജീവമായിട്ട്, ഇത്ര ഉണർന്നിരിക്കുന്ന, ഇത്ര ആവേശഭരിതരായിട്ട് ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ എത്തുന്ന ഒരു നഗരമാണിത്, ക്ഷേത്ര നഗരമാണിത്. ക്ഷേത്ര പരിസരത്തെ കടകളും ക്ഷേത്ര പരിസരത്തെ വൈവിധ്യമാർന്ന കാഴ്ചകളുമെല്ലാം ഭക്തജനങ്ങളെ കൂടുതൽ ഗുരുവായൂരിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഗുരുവായൂരപ്പൻ്റെ വാത്സല്യത്തോടൊപ്പം, ഗുരുവായൂരപ്പൻ്റെ തൂമന്ദഹാസത്തോടൊപ്പം, ഗുരുവായൂരപ്പൻ്റെ കള്ളക്കണ്ണുകൊണ്ടുള്ള നോട്ടത്തോടൊപ്പം ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നവർ എന്നും ഗുരുവായൂരിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കൃഷ്ണാർപ്പണം.